ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരുപാട് നാളത്തിന് ശേഷം നമ്മൾ വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈവനിങ് വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഉണ്ട്, പിന്നെ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഉണ്ടായ ബേബിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാണ്. എന്തൊക്കെ സാധനങ്ങളാ വാങ്ങിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കാണിച്ചുതരാം. ഇതൊരു കാർപ്പറ്റാണ് കേട്ടോ, മീഷോന്ന് വാങ്ങിച്ചതാണ്. അത് ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിച്ചതാണ്, ഒരു 2 മാസത്തോളമായി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ പിന്നെ പറയാമെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റൊന്നും ഞാൻ അധികം വാങ്ങിയിട്ടില്ല. അധികം ഡ്രസ്സ്, ചെരുപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഉമ്മാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. നമ്മൾ ഫോട്ടോയിൽ കണ്ട് ഓർഡർ ചെയ്ത് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. കാരണം നമ്മൾ ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് കുറഞ്ഞ പ്രൈസ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഫോട്ടോയിൽ കണ്ട അതേപോലെ തന്നെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, അതേപോലെ തന്നെയാണ്. പിന്നെ വാഷ് ചെയ്തപ്പോഴും നല്ല തന്നെ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുമ്പോൾ 1200 ആയിരുന്നു കേട്ടോ. മീഷോയിൽ ചില പ്രൊഡക്ട്സിനൊക്കെ ചില സമയങ്ങളിൽ പ്രൈസ് മാറി മാറി വരുന്നത് കാണാം. അതെന്താ സംഭവം എന്നറിയില്ല. ഞാൻ വാങ്ങിച്ചപ്പോൾ 1200 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ നമുക്കിനി ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിനാദ്യം നമ്മളൊരു പാന് അടുപ്പിൽ വെച്ചിട്ട് ചൂടായതിന് ശേഷം ബട്ടറോ ഓയിലോ എന്തായാലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൽ പിന്നെ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാതെയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, നല്ലോണം വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളക് അതേപോലെ പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് ചതച്ചത് ആ പേസ്റ്റാണ് 1 സ്പൂണാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളിയില്ല, ഇഞ്ചിയും പച്ചമുളകും പെരിഞ്ചീരകവും അത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പിന്നെ ഞാൻ ബീഫാണ് കേട്ടോ, ബീഫ് കൊണ്ടാണ് കേട്ടോ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. ബീഫ് കൊണ്ടോ ചിക്കൻ കൊണ്ടോ എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ബീഫാണെന്ന് എടുത്തിട്ടില്ലേ. ബീഫ് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് വേവിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിലിട്ടിട്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഇതിൽ എക്സ്ട്രാ ഉപ്പും പൊടികളൊന്നും ചേർത്തിട്ടില്ല. കാരണം നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ലേശം ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ കേട്ടോ, വേറെ എക്സ്ട്രാ ഇനി നമ്മളിതിക്കൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് മാത്രം മതി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീസ് വെച്ചിട്ടാണ് കേട്ടോ, മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്രെഡിൽ. ഒരു സൈഡിൽ നമ്മൾ ഈ ഫില്ലിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ അല്ലെങ്കിൽ മയോണൈസോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സോസോ ചീസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് സാൻഡ്വിച്ച് ആക്കിയിട്ട് എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, സിമ്പിളാണ് ഉണ്ടാക്കാനും. അധികം സ്പൈസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ അതങ്ങനെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം ഈവനിങ് കുട്ടികൾക്ക് സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കൽ. ബീഫും ചിക്കൻ തന്നെ വേണമെങ്കിൽ എഗ്ഗ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഇട്ടിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആക്കിയിട്ടുള്ള സാൻഡ്വിച്ച്, അവർക്ക് സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് അധികം ഉണ്ടാക്കൽ. പിന്നെ എന്തെങ്കിലും ജ്യൂസാണ് വൈകുന്നേരം അധികം ഉണ്ടാക്കുക. ചായ അങ്ങനെ വൈകുന്നേരത്ത് കൊടുക്കലില്ല, അവരങ്ങനെ ചായ കുടിക്കലില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടത്, അത് വെച്ചിട്ടൊരു ജ്യൂസും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചും ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളതൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പോണത് ഫസ്റ്റ് ബേബിനെ ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ ബേബീൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, അതുണ്ട്. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ്, ഇവർക്ക് ഐഷുവിനും അസക്കും ബേബിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ബേബിക്ക്, അവർ മാത്രമൊന്നും കൊടുത്തിട്ടില്ല എന്ന് ഭയങ്കര കംപ്ലൈൻറ്റ്. അപ്പം എന്നാൽ അവരെ കംപ്ലൈൻറ്റ് തീർക്കാൻ എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് അവരെ വക വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോണത്, അവർ രണ്ടാളെയും കൂട്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ രണ്ടാളും സൈഡായിട്ടുണ്ട്. കാരണം അപ്പോൾ കുറേ കാലമായി അവരെ കൂട്ടിയിട്ട് അങ്ങനെ പുറത്തൊന്നും പോകലില്ല. അപ്പോഴത്തേന് പെട്ടെന്ന് തന്നെ അവർക്ക് ഉറക്കം വരും, വണ്ടി കയറിയാൽ ഛർദ്ദിക്കാൻ വരൽ, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ. അപ്പോൾ അതാ കയറിയൊക്കെ തന്നെ രണ്ടാളും സൈഡായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ വിചാരിച്ച ബേബിനെ ഡോക്ടറെ കാണിക്കാനിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡോക്ടറെ അടുത്ത് എത്തിയപ്പോൾ ഡോക്ടർ എത്തിയിട്ടില്ല. ഡോക്ടർ എന്തോ എമർജൻസി കേസായ കാരണം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു, കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ടോക്കണൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ബേബിക്ക് 1-2 സാധനം വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് തിരിച്ച് പോയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ബൈപ്പാസിൽ തന്നെ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു ഷോപ്പുണ്ട് കേട്ടോ, മിനിറ്റിൻ എന്നാണ് ഷോപ്പിൻ്റെ പേര്, ബേബി ഷോപ്പാണ്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ച് അവിടുന്ന് സാധനം വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കലോ. ഫസ്റ്റ് തന്നെ ഡ്രസ്സൊക്കെ നോക്കി, ഒരു 0 to 3 months ഡ്രസ്സ് വേണമായിരുന്നു. അപ്പോൾ അത് നോക്കി കൊണ്ടുക്കലാണ്. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് 2 എടുത്തിട്ടുണ്ട്, 2-3 എടുത്തിട്ടുണ്ട്. എടുത്തൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം എന്തൊക്കെ എടുത്തതെന്നുള്ളത്. പിന്നെ ബേബിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വന്ന ആൾക്കാർ ബേബിൻ്റെ കാര്യമൊക്കെ മറന്ന് അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കലാണ്. പിന്നെ ഞാനിവിടുന്ന് അധികം വീഡിയോസൊന്നും എടുക്കാൻ നിന്നിട്ടില്ല, കാരണം സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് വാങ്ങിക്കാൻ വന്നതെന്നുള്ള കാര്യം തന്നെ മറന്നുപോയി. അത്ര അടിപൊളിയാട്ടോ. ഞാൻ ഇപ്പോൾ പെരിന്തൽമണ്ണയിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു ബേബി ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സംഭവങ്ങളും കുട്ടികൾക്ക് ഉള്ള കളിക്കുന്നതും ഡ്രസ്സും പിന്നെ എല്ലാ സംഭവങ്ങളും ഉള്ളതാണ് കേട്ടോ. ഒരു അടിപൊളി ഷോപ്പാണ്. പിന്നെ മുകളിലാണ് കൂടുതൽ കുട്ടികളുടെ ടോയ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്, ക്രാഡിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള മുകളിലാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മുകൾക്ക് കയറിയിട്ടില്ല, മുകൾക്ക് നമുക്ക് ഇപ്പോൾ സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടായ കാരണം മുകളിൽ പോയി നോക്കിയിട്ടില്ല. മുകളിലാണ് എല്ലാ സംഭവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് ഒരു ദിവസം വരുമ്പോൾ നോക്കണം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ താഴെ തന്നെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വാങ്ങിയിട്ടുണ്ട്. ഫസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ ബേബി ഷോപ്പ് കാണുമ്പോൾ തന്നെ കൺട്രോൾ പോയി എന്തൊക്കെയോ സാധനങ്ങൾ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം, ഒരു മെയിൻ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു പരിപാടിയില്ല, എല്ലാം അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഓരോ സംഭവങ്ങൾ നോക്കി നിന്ന് പിന്നെ വാങ്ങിച്ചു കൂട്ടല്ലായിരുന്നു.
എന്താ മേടിച്ചേ പറയാ? അപ്പോൾ ഞങ്ങളങ്ങനെ ഡോക്ടറെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും ഡോക്ടർ എത്തിയിട്ടില്ല. അപ്പോൾ ഡോക്ടറെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഏകദേശം എത്താനായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് സമയം കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കലാണ്. പിന്നെ ഇവിടെ ഇതേപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഇവരേതായാലും കുറേ ദിവസമായി പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതും കൂടി ഇവിടെ തന്നെ കളിച്ച് തീരുമാനമാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് തിരിച്ച് വീട്ടിലെത്തി ഫ്രഷൊക്കെ ആയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ എന്തൊക്കെ ബേബിക്ക് വാങ്ങിച്ചിട്ടുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരുപാട് വലിയ സംഭവമൊന്നുമില്ല, 2-3 സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇവർ ബേബിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്ന ആൾക്കാർ വാങ്ങിച്ച സംഭവം കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, കിളിക്കത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ആദ്യം ഒരു വലിയ ടോയൊക്കെയാണ് നോക്കിയത്, പക്ഷേ അതൊന്നും ഇപ്പോൾ ബേബി അതിനൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറുതെന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കിളിക്കത്തിൻ്റെ സെറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ബേബിക്ക് ഇത്താത്തമാർ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. പിന്നെ അവൻ ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഡ്രസ്സും ആണായിരുന്നു. ഞാൻ ഡെലിവറിൻ്റെ മുമ്പ് കുറച്ച് ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ഡ്രസ്സുകൾ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പിന്നെ എന്താണ് ഇടാൻ പറ്റാതായി, നല്ല ചെറുതായിപ്പോയി. അപ്പോൾ 2-3 ഡ്രസ്സുകൾ അങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ കെട്ടുന്ന ടൈപ്പ് 3 ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിന് എത്ര റേറ്റ് തന്നെ 148 രൂപ കേട്ടോ, അങ്ങനെ 149 രൂപ കേട്ടോ വരുന്നത്. നല്ല പ്രിൻ്റുകളൊക്കെ വരുന്ന ഡ്രസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഇങ്ങനത്തെ 3 എണ്ണം, ഒരു യെല്ലോ, ഒരു പിങ്ക്, ഒരു ബ്ലൂ, അങ്ങനെ 3 അനിമൽ പ്രിൻസൊക്കെ വരുന്ന അങ്ങനത്തെ 3 എണ്ണമാണ് എടുത്തത്. പിന്നെ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വലിയ വില കൂടി വലിയ ഡ്രസ്സ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, കാരണം പെട്ടെന്നാണ് അവർ വലുതാവുക. പെട്ടെന്ന് അധികം നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ 2-3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, 2-3 ഡ്രസ്സ്. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വാങ്ങിക്കേണ്ട സാധനം ഇതായിരുന്നു, ഡയപ്പർ കവർ എന്ന് പറയാം അല്ലേ, ഇങ്ങനെ പ്ലാസ്റ്റിക് ടൈപ്പിൽ വരുന്ന തുണി ഉള്ളിൽ വെച്ചിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കവർ. ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ച് പോയത്, പക്ഷെ അത് അവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വാങ്ങിച്ചത്. ഇതൊരു 6 മാസം എന്തായാലും ഞാനിങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് യൂസ് ചെയ്യൽ. മറ്റേ ക്ലോത്ത് ഡയപ്പർ ഉണ്ടല്ലോ, അതൊന്നും യൂസ് ആക്കിയിട്ടില്ല ഇതുവരെ. പക്ഷെ ഇപ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്, അതെങ്ങനെയാണെന്നുള്ളത്. നമുക്ക് മറ്റേ ഡയപ്പറിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ഡയപ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ, കുറേ ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ അത് ട്രൈ ആക്കിയിട്ടില്ല. അപ്പോൾ ഒരു 6 മന്തൊക്കെ ആയതിന് ശേഷമാണെന്ന് തോന്നുന്നു കേട്ടോ അത് യൂസ് ചെയ്യണത് നല്ലത്. അപ്പോൾ ഞാനിനി ഇൻഷാല്ലാ വാങ്ങിക്കുമ്പോൾ എന്തായാലും കാണിച്ചു തരാം. ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഇങ്ങനത്തെ 3 എണ്ണമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാ വൈറ്റ് ക്ലോത്തിൽ നമ്മൾ ചെറുതാകുമ്പോൾ കുട്ടികൾക്ക് വെച്ച് കൊടുക്കണം, അത് വെച്ചിട്ട് യൂസ് ചെയ്യണം. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്താണ്, മെറ്റൻസ്. അവൻ്റെ കയ്യിൽ ഫസ്റ്റ് തന്നെ അവന് ഉറങ്ങി എണീച്ച് ആദ്യം തന്നെ മുഖത്ത് മാന്തിയിട്ടാണ് കേട്ടോ ഉറക്കത്ത് നിന്ന് എണീക്കുമ്പോൾ തന്നെ. അപ്പോൾ മുഖത്തൊക്കെ എത്ര നഖം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താലും പക്ഷേ ഭയങ്കര മൂർച്ചയാണ്, മുഖത്തൊക്കെ ആകെ മുറിയായിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് എപ്പോഴും ഇട്ട് കൊടുക്കലുണ്ട്. ഞാൻ ആദ്യം വാങ്ങിച്ചതൊക്കെ ഒരു എലാസ്റ്റിക്കുള്ള ടൈപ്പായിരുന്നു, അത് ശരിയാവില്ല, കയ്യിൽ ഇങ്ങനെ ടൈറ്റായി കിടക്കണോണ്ട്
അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇനി ഇങ്ങനത്തെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനത്തെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഷൂ പോലത്തെ ഒരു ടൈപ്പുള്ള സോക്സ് ഇല്ല, അത് വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ നെയിൽ കട്ടർ, ഒരു നെയിൽ കട്ടറും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് കേട്ടോ ഞാനിന്ന് അവിടുന്ന് വാങ്ങിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു കിലുക്കം കൂടി വാങ്ങിച്ചിട്ടുണ്ട്, അതിനെ കാണിച്ചു തരാം. ഇതാണ്, ഇതിൻ്റെ മുകളിൽ സിലിക്കോൺ ടൈപ്പ് വരുന്ന അങ്ങനത്തെ ഒരു കിലുക്കം കേട്ടോ. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.